പാണ്ഡുവിന്റെ മരണശേഷം ഹസ്തിനപുരിയിലേക്ക് മടങ്ങിയെത്തിയ പാണ്ഡുപുത്രന്മാർ ദുര്യോധനാദികളുടെ കണ്ണിലെ കരടായി മാറിയ സമയം അതിശക്തനായ ബാലകനായ ഭീമനെ ദർശിച്ച ദുര്യോധനനും കൂട്ടരും ഭീമൻ പാണ്ഡവരുടെ കൂടെ ഉള്ളിടത്തോളം കാലം അവരെ തോൽപ്പിക്കാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കി. അങ്ങനെയിരിക്കെ ദുര്യോധനൻ ദുശാസനുമായി ചേർന്ന് ഭീമനെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് നൽകി കൊല്ലാൻ തീരുമാനിച്ചു. അതിനായി ഹസ്തിനപുരിയിൽ നിന്ന് മാറി അവധി ദിവസം ആസ്വദിക്കാമെന്ന് പറഞ്ഞ് ദുര്യോധനന്റെ നേതൃത്വത്തിൽ കൗരവരും പാണ്ഡവരും ഒരു പുഴക്കരയിൽ തമ്പടിച്ചു. ആടിയും പാടിയും പുഴയിൽ കായിക അഭ്യാസങ്ങളുമായി എല്ലാവരും തിരക്കിലായി. എന്നാൽ കുശാഗ്രബുദ്ധിക്കാരനായ ദുര്യോധനൻ ഭക്ഷണം കഴിക്കുന്ന നേരം ഭീമന്റെ ഭക്ഷണത്തിൽ ആരും അറിയാതെ വിഷം ചേർത്തു. ഇതൊന്നും അറിയാതെ ദുര്യോധനന്റെ ആതിഥേയത്വത്തെ പ്രശംസിച്ച പാണ്ഡുപുത്രന്മാർ മതിയാവോളം സദ്യ ആസ്വദിച്ചു കഴിച്ചു. ഉഗ്രവിഷം ഉള്ളിൽ ചെന്ന് ഗാഢനിദ്രയിലായ ഭീമനെ ദുശാസനന്റെ സഹായത്തോടെ കൈകാലുകൾ ബന്ധിച്ച് ദുര്യോധനൻ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. പുഴയുടെ ഒഴുക്കിൽ ദിശയില്ലാതെ ഒഴുകിയ ഭീമൻ നാഗങ്ങളുടെ ലോകത്തിൽ എത്തപ്പെട്ടു. മനുഷ്യനെ കണ്ട നാഗങ്ങൾ ഭീമനെ കടിച്ചതും ഭീമന്റെ ശരീരത്തിലുള്ള വിഷത്തിന് മറുവിഷമായത് മാറുകയും ഭീമൻ മയക്കത്തിൽ നിന്നുണരുകയും ചെയ്തു. തന്നെ ആക്രമിക്കാൻ വന്ന നാഗങ്ങളെ അതിശക്തമായി പ്രതിരോധിച്ച ഭീമന്റെ മികവിൽ അമ്പരന്ന നാഗങ്ങൾ നാഗരാജാവായ വാസുകിയെയും കൂട്ടി അവിടെ എത്തി. വാസുകി ഭീമനായി നാഗരസം കുടിക്കാൻ കൊടുക്കുകയും അത് പാനം ചെയ്ത ഭീമൻ ആയിരക്കണക്കിന് ആനകളുടെ ശക്തി ആർജിക്കുകയും ചെയ്തു എന്നാണ് കഥ.